ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്ലീഹ നോമ്പിന്റെ 2-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 33 മുതൽ 37 വരെ. ഈ വാക്യങ്ങളെ ആസ്പദമാക്കി നാം ചിന്തിക്കുന്ന വിഷയം സാക്ഷ്യത്തിന്റെ ശക്തിയും സമർപ്പിത സ്നേഹത്തിന്റെ ജീവിതവും. സാക്ഷ്യത്തിന്റെ ശക്തിയും സമർപ്പിത സ്നേഹത്തിന്റെ ജീവിതവും. കുറിവാക്യമായിട്ട് 4-ാം അധ്യായം 33-ാം വാക്യം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. പ്രധാനമായും 2 ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ശക്തിയുള്ള സാക്ഷ്യം, ആത്മീയ മനസ്സും ദൈവത്തിന്റെ അനുഗ്രഹവും. ആദിമസഭയുടെ പ്രധാന സവിശേഷതയായിരുന്നു അവരുടെ ആത്മീയമായ ഐക്യവും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ദൈവവചനത്തിലുള്ള പൂർണ്ണ ആശ്രയവും ദൈവിക വാഗ്ദത്തത്തിലുള്ള പൂർണ്ണ വിശ്വാസവും. 3-ാം അധ്യായത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ പത്രോസും യോഹന്നാനും കടന്നു വരുന്ന സമയത്ത് സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കലിരിക്കുന്ന മുടന്തനായ മനുഷ്യനെ കണ്ടുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക, എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതായി കാണുവാൻ സാധിക്കും. ആ ഒരു സൗഖ്യം കണ്ട് ജനവും മഹാപുരോഹിതന്മാരും എല്ലാവരും ഇവർക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. 4-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ഇവരെ തടവിലാക്കാൻ വേണ്ടിയിട്ട് കാവൽക്കാരെ ഇവർക്ക് ചുറ്റും നിർത്തുന്നതായിട്ട് അവരോട് പറയുന്നുണ്ട്. ഇനിയും ഈ ഒരു പ്രവൃത്തി തുടരരുതെന്ന്. നമ്മളിലൂടെ കർത്താവ് പല പ്രവൃത്തികളും ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ദുഷ്ടശക്തികളുടെ തന്ത്രത്തോടെ എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ധാരാളമായി ആവശ്യമാണ്. 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന്. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സമർപ്പിത ജീവിതം, വ്യക്തിപരമായും സാമൂഹികമായുള്ള പങ്കാളിത്തം. 34-35 വചനങ്ങളിൽ അവർ തങ്ങൾക്കുള്ളതൊക്കെ വിറ്റ് അതിന്റെ വില അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് അവ ആവശ്യത്തിലിരിക്കുന്നവർക്ക് പങ്കുവച്ചിരുന്നു. ഇതൊരു ആത്മീയ സമർപ്പണമാണ്. എനിക്കുള്ളതൊക്കെ ദൈവത്തിന് എന്ന ദൃഢമായ ധാരണയുള്ള ഒരു വിശ്വാസ സമൂഹത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 36-37 വാക്യങ്ങളിൽ ബർന്നബാസിന്റെ സമർപ്പണത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള പേരുകൊണ്ട് അറിയപ്പെടുന്ന ലേവ്യൻ, അദ്ദേഹം തന്റേതായ നിലം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. ബർന്നബാസിനെ പിന്നീട് ദൈവത്താൽ വളരെ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ആദിമസഭയുടെ ഈ മാതൃകകൾ ഇന്ന് നമ്മെ വെല്ലുവിളിക്കുന്നു. 1. ക്രിസ്തുവിന്റെ സാക്ഷികളായി ശക്തിയോടെ നിലകൊള്ളാൻ. 2. നമ്മുടെ ഭൗതികവും ആത്മീയവുമായ സമ്പത്തുകൾ ദൈവത്തിന് സമർപ്പിക്കുവാൻ. 3. സഭയുടെ ഐക്യത്തിനും വളർച്ചയ്ക്കും വേണ്ടി പ്രയത്നിക്കുവാൻ. പ്രധാനമായും 2 ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചത്. 1. ശക്തിയുള്ള സാക്ഷ്യം, ആത്മീയ മനസ്സും ദൈവത്തിന്റെ അനുഗ്രഹവും. 2. സമർപ്പിത ജീവിതം, വ്യക്തിപരമായും സാമൂഹികവുമായുള്ള പങ്കാളിത്തം. നമുക്ക് പ്രാർത്ഥിക്കാം. ദയമായ കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നിതുവരെ സംസാരിച്ചതിന് സ്തോത്രം ചെയ്യും. അപ്പോസ്തലന്മാരെ പോലെ ഞങ്ങളെയും ആത്മാവിന്റെ ശക്തിയോടെ സഹായിക്കണമേ. നിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായി ആത്മീയവും ഭൗതികവുമായ സമർപ്പണത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെയും ഒരുക്കണമേ. ബർന്നബാസിനെ പോലെ സഭയുടെ ഐക്യത്തിനായി പ്രവർത്തിക്കുവാൻ വേണ്ടി ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ.